ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഷവർമ എന്ന് പറയുന്നത്. എന്നാൽ അത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസോ അങ്ങനത്തെ റാപ്പൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ വീട്ടിലുള്ള സാധാരണ ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബ്രെഡ് ബോൾസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഷവർമ ബ്രെഡ് ബോൾ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനകത്ത് ഇടാനുള്ള ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന ചിക്കനിൽ എല്ല് കുറവുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ ക്രഷ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പാത്രത്തിൽ മൂടി വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആവുമല്ലോ. എന്നിട്ട് നമ്മൾ അതൊന്ന് നുള്ളിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലത്തെ ചിക്കനൊക്കെ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ കുക്കറിൽ ചിക്കൻ വേവിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, കുരുമുളക് പൊടിയുടെ ഒക്കെ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്ക് നുള്ളിയെടുക്കാം. അപ്പോൾ ആ ചൂടാറുന്ന നേരം കൊണ്ട് ഒരു ബൗൾ എടുക്കുക. അപ്പോൾ ഷവർമയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ ഒരു മിക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ അല്പം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ കാണും ക്യാബേജ്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യരുത് കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്യേണ്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞാൽ മാത്രം മതി. പക്ഷേ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ വേണ്ടുന്നത് നമുക്ക് സവോളയാണ്. സവോള വളരെ ചെറുതായിട്ട് അരിയുക. ഒത്തിരി വലിയ സവോളയൊക്കെ നമ്മുടെ ഒരു ഷവർമയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത് ഒരു സുഖം കാണത്തില്ല കടിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കുക. ഇനി സവോള ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ക്യാപ്സിക്കാണ്. എനിക്കിന്ന് ഇവിടെ റെഡ് കളറുള്ള ക്യാപ്സിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പല കളേഴ്സുള്ള ക്യാപ്സിക്കം ചേർക്കുവാണെങ്കിൽ അത്രയും രുചി കൂടും. അതുപോലെ തന്നെ ഒരു കാണാനും ഭംഗി കാണും. പിന്നെ ഞാൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇവിടെ ഒത്തിരി തക്കാളി ഫാനുകളല്ല, കഴിച്ചു കഴിഞ്ഞാൽ തുപ്പിക്കളയുന്ന ആൾക്കാരാണ് തക്കാളി അധികം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ചൂടാറി കഴിഞ്ഞപ്പം ഇതുപോലെ ഞാനൊന്ന് നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതല്ല ചെറുതായിട്ട് കുഞ്ഞു സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നുള്ളി എടുത്തേ ഉള്ളൂ ഫോർക്ക് വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിനകത്തൊക്കെ എന്തൊക്കെ പച്ചക്കറികൾ ഇഷ്ടമാണോ അതൊക്കെ ചേർക്കാം. ക്യൂക്കമ്പർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യൂക്കമ്പർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ പിന്നെ ലെറ്റസ് ഇഷ്ടമാണെങ്കിൽ ലെറ്റസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്. പിന്നെ ഇച്ചിരി ഉപ്പ് ഒത്തിരി ആവരുത്, വളരെ കുറച്ച് മാത്രം ചേർക്കുക. പിന്നെ കുരുമുളക് പൊടി ഞാൻ കൂടുതൽ ചേർക്കാനുള്ള കാരണം, ഒന്ന് നല്ലൊരു ഫ്ലേവറാണ്, 2 എരിവിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടൊന്നുമില്ല പച്ചമുളകൊന്നും. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ 1-2 ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ പച്ചമുളക് ചേർക്കാറില്ല. പിന്നെ നമ്മുടെ ഇഷ്ടമല്ല, ഓരോ ഇഷ്ടങ്ങളല്ല, അപ്പോൾ ചേർക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ലാസ്റ്റത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള മയനൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ. മയനൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ഈസി ആയിട്ട് മുട്ട വെച്ചിട്ട് മുട്ടയില്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് വലിയ സംഭവമൊന്നുമല്ല. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാനിന്ന് ഇവിടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയനൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മേടിച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ രുചി കൂടും. അതുകൂടാതെ ഒരു കൊച്ചു ടിപ്പാണ്, ഒരു ഇച്ചിരി പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ മയനൈസ് തന്നെ ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു പുളി പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാര നല്ലതാണ്. അത് ഇച്ചിരി എന്താ പറയുക, കുറച്ചും കൂടെ ടേസ്റ്റ് അങ്ങ് കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ചേർത്താൽ നല്ലതാണ്, ഒരു കൊച്ചു ടിപ്പാണ് കേട്ടോ. പിന്നെ നാരങ്ങ നീര് ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക.
അപ്പോൾ ഇനി അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ഷവർമയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു കുബൂസിനൊക്കെ പകരം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റാപ്പിന് പകരം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കഷ്ണം ബ്രെഡ് എടുത്ത് കാണിക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് ആവശ്യമില്ല, അത് മസ്റ്റായിട്ടും നമ്മളത് ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റണം. നമുക്ക് ബ്രെഡിൻ്റെ ക്രസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് എന്താ പറയുക, നമ്മൾ ഷേപ്പ് ആക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ അറ്റം ഇച്ചിരി ഹാർഡായിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് അപ്പം ഞാൻ ഇതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കഷ്ണം ബ്രെഡും റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് വെള്ളമാണ് കേട്ടോ. ഇനി വെള്ളത്തിനകത്താണ് നമ്മളിതൊന്ന് മുക്കി എടുത്ത് ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് സാധാരണ വെള്ളമാണ്, തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം. ഇനി നമുക്കിത് ബ്രെഡ് ഞാനിപ്പോൾ കാണിച്ച പോലെ ഒത്തിരി അങ്ങ് മുക്കിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ അത് കാണിച്ച സമയത്ത് ഒത്തിരി അങ്ങ് മുങ്ങിപ്പോയി. ജസ്റ്റ് ഒന്ന് ഒന്ന് നനഞ്ഞ് വരാൻ പാകത്തിന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ 2 കൈപ്പത്തിക്ക് ഇടയ്ക്കും വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലുള്ള വെള്ളം അങ്ങ് പൊക്കോളും. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് അറിയാമല്ലോ, വെള്ളത്തിൽ കുതിർന്ന് കഴിഞ്ഞാലത്തെ ഒരവസ്ഥ, ആ ഒരു അവസ്ഥ ഇങ്ങനെ ഒട്ടും കുഴഞ്ഞു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മുടെ നടുക്ക് ഇതുപോലെ നമ്മുടെ ഷവർമയുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 കോർണറും ഇതേപോലെ ഒന്ന് മടക്കുക. സമോസയൊക്കെ മടക്കത്തില്ല അതേപോലെ. എന്നിട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് അങ്ങ് ഉണ്ട പിടിച്ചെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ തോന്നും. നമുക്ക് ആദ്യമൊക്കെ ഒരു സംശയം തോന്നും, അയ്യോ ബ്രെഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുതിർന്നു പോകത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു ന്യായമായിട്ടുള്ള സംശയങ്ങളൊക്കെ തോന്നാം. പക്ഷെ ഒരു കുഴപ്പമില്ല. ഒത്തിരി വെള്ളത്തിൽ മുക്കാതെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അങ്ങ് മുക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ആ ഇച്ചിരി ബ്രെഡ് ക്രംസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുൻപും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്കുകൾ, ബ്രെഡ് സ്നാക്കുകളുടെ ഒക്കെ ക്രസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ്. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. എന്നിട്ട് ഇതേപോലെ ഇതിനകത്ത് ഒന്ന് മുക്കിയെടുക്കുക. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ, ഒരു കുഞ്ഞൊരു യെല്ലോ കളറൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെള്ളം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലാണെങ്കിൽ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിൽ നമ്മൾ മുക്കിയെടുക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോൾസൊക്കെ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെ സൈഡുകളിലൊക്കെ വെള്ളം ആയിട്ടുണ്ടെന്നുള്ളതും കൂടെ ഉറപ്പ് വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മടക്കുന്ന സമയത്ത് അവിടെ മാത്രം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം ഞാനിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് മുക്കി എടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു ബാച്ചിൽ നമുക്ക് വറുക്കാനായിട്ടുള്ള ബോൾസൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് വറുക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഈ ഒരു ബോൾസൊക്കെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ എണ്ണ ഒന്ന് മേലോട്ട് കോരി കൊടുക്കാം. അപ്പോൾ ഇത് ബ്രെഡാണ്, പെട്ടെന്ന് തന്നെ ആവും. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊന്നും നമുക്ക് വേവേണ്ട കാര്യമൊന്നുമില്ല. ആ പുറമേയുള്ള ബ്രെഡ് മാത്രം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അതും ഒത്തിരി മൊരിയണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരും, അതുവരെ മാത്രം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അതുപോലെ എണ്ണ കുടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഒരു ഗോൾഡൻ കളറിൽ നിന്നൊക്കെ, ഒരു മഞ്ഞ കളറിൽ നിന്നൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ വറുത്ത് കോരാണ്. എന്നിട്ട് ഞാനിതൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു ബൗളിനകത്തോട്ട് ഇടുന്നുണ്ട്. അങ്ങനെ വരുമ്പം കൂടുതലുള്ള എണ്ണയാണെങ്കിലും ടിഷ്യൂ പേപ്പറിനകത്ത് വലിച്ചെടുത്തോളും. അപ്പോൾ ഇനി പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് 1, 2, 3 ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്നാക്ക് ഒത്തിരി കൂടുതലിട്ടത് കൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. വിട്ടിട്ട് തന്നെയാണ് ഇരിക്കുക. പിന്നെ അടുത്ത് തന്നെ ഉണ്ടാവുക ബ്രെഡാണ്, പെട്ടെന്ന് തന്നെ അത് മൊരിയും. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് വറുത്ത് പോരാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ഷവർമ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ സ്നാക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ ഇതിന് മുൻപ് ബ്രെഡ് പോക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്രെഡ് പോക്കറ്റിനേക്കാളും ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു ചിക്കൻ ആകുന്ന ഒരു സമയം മാത്രം മതി. ഇനി വെജിറ്റബിൾ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്ന, ഒരു മയനൈസാണ് അല്ലെങ്കിൽ ഷവർമയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കുറച്ച് സമയത്തിനുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബ്രെഡും വീട്ടിൽ ഇച്ചിരി പച്ചക്കറികളും മയനൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബ്രെഡ് ബോൾ ഷവർമ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.